അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല വെള്ളം ഗംഗാവലി പുഴ കലങ്ങി ഒഴുകുകയാണ്. അതുകൊണ്ട് ഇന്നിനി തെരച്ചിൽ സാധ്യമല്ല. നാളെ രാവിലെ തെരച്ചിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഫ്രെയിം ലഭിച്ചിട്ടുണ്ട്. അത് അവിടെ മാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. മാത്രമല്ല ഒരു വലിയ ആൽമരം വീണ് കിടക്കുന്നത്, ആൽമരത്തിന് താഴേക്ക് തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഈ തടസ്സങ്ങൾ നീക്കുക എന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. മരങ്ങളടക്കം നീക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. തിരച്ചിലിലേക്ക് നാളെ രാവിലെ കടക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, ചില സൂചനകൾ ലഭിക്കുന്നു, വെള്ളത്തിനടിയിൽ നിന്നും ചില കാര്യങ്ങൾ കിട്ടുന്നു. ഒരു വാഹനത്തിൻ്റെ ഫ്രെയിം എന്ന് പറയുമ്പോൾ അത് ട്രക്കിൻ്റേതാണ് എന്ന് തന്നെ സംശയിക്കുകയാണോ? എന്താണ് ഈശ്വർ മാൽപ്പയും സംഘവും പറയുന്നത്? സ്മൃതി, അതായത് ഒരു വാഹനത്തിൻ്റെ ഫ്രെയിം ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ സീറോ വിസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നിറം എന്താണെന്നോ അല്ലെങ്കിൽ കൃത്യമായ തോതിൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ എന്നോ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ വെള്ളത്തിൻ്റെ കലങ്ങൽ അല്ലെങ്കിൽ ആ ഒരു കലക്ക് അല്പമെങ്കിലും കുറഞ്ഞാൽ മാത്രം, ഈ വിസിബിലിറ്റി ഏതെങ്കിലും തരത്തിൽ വ്യക്തമായാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരികയുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിൻ്റെ സഹ ഡ്രൈവറായിട്ടുള്ള അനീഷ് ഉൾപ്പെടെ, മലയാളിയായ അനീഷ് ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന കഴിഞ്ഞ ദിവസം കയറ് കെട്ടിയ ഭാഗത്ത് ഇന്ന് കാര്യമായ തോതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനയോ അല്ലെങ്കിൽ അവിടെ നിന്നും ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കയറിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നില്ല. പ്രധാനപ്പെട്ട അതിനുള്ള കാരണമെന്ന് പറയുന്നത് ആ മേഖലയിൽ ഉള്ള ഒരു തെളിവ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട മുമ്പിലുള്ള നമ്മളുടെ തെളിവെന്ന് പറയുന്നത് ആ കയറാണ്. ആ കയർ ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണ് മാറ്റുമ്പോൾ അതിനകത്ത് ഒരു തെളിവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള മരങ്ങൾ അല്പസമയം മുമ്പ് ഈ ഒരു തെങ്ങിൻ്റെ തടിക്കഷ്ണം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ 2 മരത്തിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഹുക്കിട്ട് ഈ ക്രെയിനിലേക്ക് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആ ക്രെയിൻ വലിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്കായിരിക്കും കടക്കുക എന്നുള്ള കാര്യം കൂടിയാണ് മാൽപ്പയെ വ്യക്തമാക്കുന്നത്. അതിന് പുറമെ, അതായത് കഴിഞ്ഞ ദിവസം ഈ കയറ് കണ്ടെത്തിയ ആ സ്പോട്ടിന് ഏകദേശം അടുത്ത് തന്നെയായി മറ്റൊരു സ്ഥലത്ത് അതിനോട് ചേർന്നൊരു സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന ഒരു ഭാഗം, അതായത് ഈ പറയുന്ന ഒരു ഫ്രെയിം കണ്ടെത്തിയിട്ടുള്ളത്. ആ മേഖലയിലും അത് പക്ഷേ ഏത് വാഹനത്തിൻ്റെതാണെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം അതിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ തോതിൽ ആകൃതിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പോ ഇവിടത്തേക്ക് പുറത്തേക്ക് കാണുന്നതിന് വേണ്ടിയോ എത്തിക്കുന്നതിന് വേണ്ടിയോ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ മാത്രമാണ് മനാഫിന് അതിനകത്ത് അല്ലെങ്കിൽ വാഹന ഉടമയായിട്ടുള്ള മനാഫിന് അത് തങ്ങളുടേതാണോ എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴെന്തായാലും അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ഒരു ഫ്രെയിമുണ്ട്. അതിനകത്ത് ഇവർ കൈകൊണ്ട് ബൈ ഹാൻഡ് ഇതിനകത്ത് മണ്ണ് നീക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അത് ഒരു 1/2 മീറ്ററോളം തന്നെ അവർ മാറ്റി നോക്കി. പക്ഷേ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് കൂടുതൽ ഈ ഫ്രെയിം പോയിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ അടിഭാഗം കൂടുതൽ ഈ ചളിക്കകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ മാൽപ്പയുടെ സഹ ഡ്രൈവറായിട്ടുള്ള അനീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയൊരു ആൽമരം അങ്ങനെ വീണ് കിടക്കുകയാണ്. അതിന് താഴെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം തെളിവുകൾ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ ദൗത്യ സംഘം. ഈ ആൽമരം അവിടെ നിന്ന് നീക്കുന്ന നടപടി എപ്പോഴായിരിക്കും അർജുൻ? സ്മൃതി, അതായത് ആൽമരത്തിനല്ല, അതിനോട് ചുറ്റിപ്പറ്റി മറ്റു മരങ്ങൾ കൂടി അതിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന 2 മരങ്ങളിലാണ് ഇപ്പോൾ ഹുക്കിട്ട് വെച്ചിരിക്കുന്നത്. ആൽമരം നിൽക്കുന്ന ആ ഒരു പൊസിഷനിൻ്റെ സമീപ പ്രദേശത്ത് തന്നെയാണ് അല്ലെങ്കിൽ ആ സമീപ മേഖലയിൽ തന്നെയാണ് ഈ പറയുന്ന കയറിൻ്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആൽമരം നീക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ സാധ്യത കൂടി പരിശോധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ എളുപ്പമാകുമെന്നുള്ള കാര്യം കൂടി അനീഷ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ചയാവും. അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ ആൽമരത്തിനകത്തുള്ള ഒരു ഹുക്ക് ചെയ്ത് അത് മാറ്റാനുള്ള ശ്രമം, ഒരുപക്ഷെ വലിയ ആൽമരം തന്നെയാണ്. നമ്മൾ ഈ ലക്ഷ്മണൻ്റെ ദാബയൊക്കെ മുൻപ് നമ്മൾ ചിത്രങ്ങൾ നോക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയൊരു ആൽമരം നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ ആ ആൽമരം തന്നെ ആയിരിക്കാം ഇത്. ഈ കുന്നിൻ്റെ മുകളിലും മറ്റ് ആൽമരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിൽ ആൽമരമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷെങ്കിൽ കൂടി നമ്മൾ ലക്ഷ്മണൻ്റെ ദാബയോട് ചേർന്ന് കാണുന്ന ഒരു ആൽമരം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ ഈ ആൽമരം വലിച്ച് കയറ്റുക, അതും ചെറിയ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് വലിച്ച് ഈ നദിക്ക് കരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ഈ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചതിന് ശേഷമോ മാത്രമായിരിക്കും അത്തരത്തിലേക്കുള്ളൊരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക നടപടി എന്നോണം അതിന് തൊട്ട് പുറകിൽ ഉള്ള ചില മേഖലകളിൽ പരിശോധന നടത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന
പറയുന്ന 3 സ്പോട്ടുകൾ, അതായത് കയർ കണ്ടെത്തിയതും ഇന്നിപ്പോൾ വാഹനത്തിനൊരു ഭാഗം കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ആ മേഖലയിൽ കൂടി പരിശോധന നടത്തുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടി പരിശോധന നടത്തും. അതായത് ഈ പറയുന്ന വാഹനത്തിൻ്റെതാണെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു ലോഹഭാഗം, ഒരു ഫ്രെയിം, അത് ഏകദേശം ഒരുപാട് ദൂരം താഴേക്ക് മണ്ണിലേക്ക് പുതഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ മീറ്ററോളം തന്നെ ഇവർ കൈകൊണ്ട്, ഈ ഡൈവേഴ്സ് കൈകൊണ്ട് അതിനകത്തുള്ള മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. പക്ഷേ ശരി, വെള്ളത്തിന്റെ ഒഴുക്കൊന്ന് കുറയട്ടെ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അടക്കം പ്രതീക്ഷയിലാണ്. നാളെത്തേക്കാണ് ആ പ്രതീക്ഷ. നാളെ രാവിലെയുള്ള തിരച്ചിലാണ് ഇനി പ്രതീക്ഷ. വെള്ളം കലങ്ങി കുത്തി ഒഴുകുന്നു ഗംഗാവലി പുഴയിൽ എന്നുള്ളതാണ്. മഴ, ചാറ്റൽ മഴ തുടങ്ങിയപ്പോഴേക്കും അതാണ് ഈ തിരച്ചിൽ ദുഷ്കരമാക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് ഒരു വാഹനത്തിന്റെ ഫ്രെയിം ലഭിച്ചിരിക്കുന്നു. ആ ഫ്രെയിം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് താഴേക്ക് തിരച്ചിൽ നടത്താൻ മഴയും ഒഴിയേണ്ടതുണ്ട്, നീരൊഴുക്കും കുറയേണ്ടതുണ്ട്.